ഇനി അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. സ്വന്തമായി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും. കീഴ്ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. ഇനി അടുത്തത് ചോതി നക്ഷത്രമാണ്. കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കും. മേലധികാരികളുടെ സഹായത്താൽ ഉയർച്ചയുണ്ടാവുകയും ചെയ്യും. സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും സാധിക്കും. ആരാധനാലയങ്ങൾ സന്ദർശിക്കും. ആധ്യാത്മിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. ഇനി അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വ്യാപാര മേഖലയിൽ പുരോഗതി ഉണ്ടാകും. അലസതയും ഉദാസീന മനോഭാവവും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കം നിങ്ങളുടെ മനസ്സിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുടെ സഹായം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗുണകരമാകും. അറിയാതെ ചെയ്തു പോയ അബദ്ധങ്ങൾ തിരുത്തുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തത് അനിഴം നക്ഷത്രമാണ്. പുത്രന്മാരുടെ അഭിവൃദ്ധിയിൽ ആഹ്ലാദിക്കുന്ന ഒരു സാഹചര്യം അനിഴം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. കോപം നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളത് ഇവരോട് എടുത്തു പറയേണ്ട കാര്യമാണ്. കുടുംബക്ഷേത്രങ്ങളിലെ പൂജകളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയക്കാർ ആസൂത്രണ മികവിനാൽ പ്രശംസിക്കപ്പെടും. വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം.